ഹായ് ഫ്രണ്ട്സ്, ഒരു മിനി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ലാസ ഐ ഡ്രൈവ് പാർക്കാണ്, വൈറ്റിലെയാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് ആദ്യമായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം മിനി ബ്ലോഗ് എന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവൻ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് തുമ്പുമില്ല വാലുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാർക്കിൽ പോയതാണ്. ഇവിടെ കിഡ്സിനും അഡൽസിനും 150 റുപ്പീസാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് റൈഡുകളുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ഡ്രൈവ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വീഗാലാൻഡിലുള്ളതുപോലെ ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മിനി വണ്ടർലാ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലെല്ലാം കാരണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്ലേ സോൺ ഉണ്ട്, 3D തിയേറ്റർ ഉണ്ട്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ ടിക്കറ്റ് ചാർജാണ്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ചാർജ് കൊടുക്കുകയും വേണം. എന്നാലും കുട്ടികളെയും കൊണ്ട് വന്നാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇത് വൈറ്റില ടൗണിനുള്ളിൽ തന്നെയാണ്. അത്യാവശ്യം ഈ ഒരു കാണുന്ന ഒരു ഏരിയയിലാണ് ഈ ഒരു പാർക്ക് ഉള്ളത്. ഒരു തിരുത്തുണ്ട്, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും സെൽഫ് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ടിക്കറ്റിനും ഓരോ ഐസ്ക്രീമും കിട്ടുന്നതാണ്. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്, അതായത് 2024 എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ പോയിട്ടില്ല, ചെറുത് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അന്ന് സ്വിമ്മിംഗ് പൂളിൽ ചെറുതിനെ ഇറക്കിയിരുന്നു, പക്ഷേ അവൻ കാര്യമായിട്ട് യാതൊരു ആക്ടിവിറ്റിയും ചെയ്തില്ല. കാരണം ഇത് അവനൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിന് മുമ്പ് അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ ആദ്യം ഇറങ്ങാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആർക്കും ഇറങ്ങാൻ പറ്റില്ല, അതേപോലെ കുഞ്ഞുങ്ങൾക്കും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവൻ തനിയായതുകൊണ്ട് തന്നെ അവന് പേടിയായിരുന്നു. വെള്ളം കുറവുള്ള ഒരു ചെറിയ സ്ഥലത്ത് അവന് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു. പിന്നെ ഇനി ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു പാർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവരുടെ ആക്ടിവിറ്റിയും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണാം. എൻ്റെ പല വീഡിയോകളിലും ഇതിൻ്റെ ക്ലിപ്പിങ്സ് ചിലപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ ഒരു പാർക്കിൻ്റെ വിശേഷങ്ങൾ മാത്രമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം വീഡിയോ എഡിറ്റിങ്ങിലേക്ക് വരാനുള്ളൊരു കാരണം, ഇനി ഞാൻ എഡിറ്റ് ചെയ്യാൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ 10th കഴിഞ്ഞല്ലോ. ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് തുമ്പും മാലും ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. അതായത് ഇൻട്രോ ഇല്ല, അതേപോലെ തന്നെ എൻഡിങ് ഒക്കെ പെട്ടെന്ന് സഡനായിട്ട് എൻഡ് ചെയ്യാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയെങ്കിലും വീഡിയോസ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ടിൻ ബേബീസിൻ്റെ പല ആക്ടിവിറ്റീസ് നിങ്ങളെല്ലാവരും വീഡിയോ വഴി കാണുന്നില്ല. അപ്പോൾ ഇവരെയും വെച്ചിട്ട് ഇത്രയും റിസ്ക് എടുക്കുക എന്നുള്ളത് ഭയങ്കര വലിയൊരു ടാസ്ക് തന്നെയാണ്. പിന്നെ ഞാൻ എത്ര റിസ്ക് എടുത്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യലും എനിക്കുള്ള വലിയൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെറുത് ഇതേപോലത്തെ വീഡിയോകൾ കാണും. അതായത് ഇവൻ്റെ പാർക്കിൽ കൊണ്ടുപോയി ഇവരുടേതായിട്ടുള്ള വീഡിയോകൾ അവരെടുത്ത് കാണും. കണ്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും കോമഡി ഉണ്ടെങ്കിൽ ഇരുന്ന് ചിരിക്കും. സെൽഫായിട്ട് സ്വന്തം വീഡിയോ കണ്ടിട്ട് ഇരുന്ന് ചിരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് എനിക്കുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്.